ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 201. നമ്മളിപ്പം നോക്കുന്നത് 54ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ്. അതിൽ ഇന്നും നമ്മൾ നോക്കുന്നത് സൂക്തം 30 4ാമത്തേതാണ്. ഇതിൽ വിദ്യയെ പറ്റിയാണ് പറയുന്നത്. അത് മനുഷ്യർ നമ്മളിന്ന് ജീവിക്കുന്ന ലോകം രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഒരു അപ്പോഴുണ്ടാകുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടായിരുന്നു. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ആകെ ഒറ്റൊരു സംഗതിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല. അതിനെ വേണമെങ്കിൽ ഈശ്വരൻ എന്നും പറയാം. ഈശ്വരൻ ഏകനാണ്. ആ നിർഗുണമായ ഒരു ഗുണവുമില്ലാതെ അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിന് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി 4 ഘട്ടങ്ങളിലൂടെ കൃതയുഗം ത്രേതായുഗം ഇങ്ങനെ 10 അവതാരങ്ങളിലൂടെ അത് വിവരിച്ചിട്ടുണ്ട്. അതിൽ സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു, അവസാനം പൊളിക്കുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, പൊളിക്കുന്നു. ഇതിൽ ശാശ്വതമായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുട്ടികൾ കടപ്പുറത്തൊരു മണ്ണിൻ്റെ ഭൂമി ഒരു വീടുണ്ടാക്കിയിട്ട് പൊളിക്കുന്നു, പിന്നെയും ഉണ്ടാക്കുന്നു, പിന്നെയും പൊളിക്കുമ്പോൾ നമ്മൾ ദൂരെ നിൽക്കുന്ന നമുക്കെന്താ തോന്നുക? അത് പിള്ളേരെ കളി, അതിൽ കാര്യമാക്കാതെ കളി. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മം ചെയ്യുന്നത്. ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു, അതിൽ പുരോഗമിപ്പിച്ചിട്ട് നല്ലൊരു സുന്ദരമായ ലോകമാക്കുന്നു, അതിന് കർമ്മം ചെയ്യാൻ മനുഷ്യരെ ഉണ്ടാക്കുന്നു, മനുഷ്യരെ അകത്തിരുന്നു കൊണ്ട് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു, അവനിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് അവനിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ടൊരു ലോകം ഉണ്ടാക്കുന്നു, പൊളിക്കുന്നു, ഉപയോഗിക്കുന്നു, കുട്ടികൾ ഉണ്ടാക്കുന്നവരെ. അപ്പം യഥാർത്ഥ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കളിയാണ്, ആ ശക്തിയുടെ കളിയാണ്. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. അതിൽ പ്രാധാന്യമില്ല. പ്രധാനപ്പെട്ടതാണ് നിർഗുണമായ ആ സംഗതിയല്ല, അതാണ് ശാശ്വതമായത്. അതിനാണ് ആത്മീയ ലോകം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിലാണ്. ഈ കളിയിൽ നമ്മളും അങ്ങനെ പങ്കെടുത്തുകൊണ്ട് നമ്മളെക്കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് പ്രപഞ്ചം നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു. പല ഘട്ടങ്ങളിലായിട്ട് പലപ്പോഴും ജനിപ്പിക്കുകയും മരിക്കുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ അത് ഭൗതിക ലോകം. എന്നാൽ എപ്പോഴും നമ്മളെ ജോലി തീരുന്നുവോ, എപ്പോഴും നമ്മൾ ജോലി തീരുന്നു, അതായത് നമ്മളെ ജനിപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്. പക്ഷെ നമ്മളെ ജോലി കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ തരാൻ ജോലിയില്ല. അതിൻ്റെ ആ ശക്തിയുടെ ഇനി ഇവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനില്ല. ഈ ജന്മത്തിലും ഇല്ല, അടുത്ത ജന്മത്തിലും ഇല്ലെങ്കിൽ പിന്നെ നമ്മിൽ ആഗ്രഹം ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് വിരക്തി ഉണ്ടാകും. വിരക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളുടെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല. അപ്പം നമുക്ക് പിന്നെ ഞാനെന്ന ചിന്തയില്ല, ഒന്നുമില്ല. അപ്പോൾ മാത്രമാണ് നമ്മളെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം കളയും. ഇതിലൊന്നും താല്പര്യമില്ലാതെ എല്ലാം വിട്ടെറിഞ്ഞ് ബ്രഹ്മമേ ശരണമെന്ന് വെച്ച് എവിടെയെങ്കിലും വല്ല കാട്ടിലോ എവിടെയെങ്കിലും ഗുഹയിലോ പോയി കൂടി അവിടെ പോയി പിന്നെ ഞാനെന്ന ചിന്തയുമില്ല, ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, എല്ലാം ബ്രഹ്മമാണ്. അപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാകുന്നത്. ഇതുവരെയുള്ള വെറും കളികളാണ്. അപ്പൊ ആ ജ്ഞാനമാണ് ആത്മീയ ജ്ഞാനം. അപ്പൊ യഥാർത്ഥം ആ ശക്തിയും നമ്മളെ ഉള്ളിൽ കൂടി നമ്മളറിയാതെ കളിപ്പിക്കുന്ന ആ ഒരു പ്രപഞ്ചമുണ്ടാക്കുന്ന കളിപ്പിക്കുന്ന ആ സത്യം അടങ്ങുന്ന ശാസ്ത്രത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ശേഷം പ്രപഞ്ചം ഉണ്ടാക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണ് അവിദ്യ. അതാണ് മോഡേൺ സയൻസ്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാര് പ്രപഞ്ച രഹസ്യമെല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ട് അവസാന ആറ്റത്തിലെത്തി, ആറ്റത്തിൽ നിന്ന് എനർജിയിലെത്തി. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം അതുവരെയുള്ള നമ്മൾ പഠിക്കുന്ന എല്ലാ ശാസ്ത്രത്തെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൗതിക ലോകം. അപ്പം നമ്മൾ സയൻസിലൂടെ ഈ കളിയിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആ അവിദ്യ അല്ലെങ്കിൽ മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. എപ്പോഴും നമുക്ക് നമ്മളെ കർമ്മമെല്ലാം തീരുന്നു, അപ്പോഴും നമുക്ക് സത്യം മനസ്സിലാകും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രമാണ്
വിദ്യ എന്ന് പറയുന്നത്. അത് പരാസയൻസാണ്. ആ പരമാത്മാവിനെ പറ്റി ഏതൊരു ശക്തിയാണോ പ്രപഞ്ചമായി മാറിയത്, അത് എന്തിനു വേണ്ടി മാറി, എന്തിനാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്, എങ്ങനെയെല്ലാം കളിക്കുന്നത്, അതിൻ്റെ പിന്നിലെ സയൻസ്, അതെല്ലാം ഉള്ളതാണ് പരാസയൻസ്, വിദ്യ. പിന്നെ നമ്മൾ അത് വെറുതെ ഉണ്ടാക്കിയും പൊളിക്കുകയും ചെയ്യുന്ന അതിന് ഒരു പിന്നിലുള്ള സയൻസിനെയാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ 99% പേരും അതിലാണ് ജീവിക്കുന്നതിന് വേണ്ടി. ആ കർമ്മത്തിൽ നമ്മൾ പങ്കെടുത്തങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാണ് അവിദ്യ, അല്ലെങ്കിൽ മോഡേൺ സയൻസ്, അല്ലെങ്കിൽ അപര സയൻസ്. ഇതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദൂരമേതേ വിപരീതേ വിശൂചി അവിദ്യായ ച വിദ്യേതി ജ്ഞാതാ വിദ്യാഭീപ്സിനം നചികേതസം മന്യേ ന ത്വാ കാമാ ബഹവോ ലോലുപന്ത. വിദ്യ, അവിദ്യ എന്നീ രണ്ട് സാധനകൾ പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെ നൽകുന്നവയും പരസ്പര വിരുദ്ധങ്ങളുമാകുന്നു. ഭോഗസുഖങ്ങളിൽ ആസക്തനായവന് മംഗളസാധനകളിൽ പുരോഗമിക്കാനാവില്ല. മംഗളസാധനകളിൽ ആകൃഷ്ടനാകുന്നവൻ നാനാപ്രകാരത്തിലുള്ള ഭോഗസുഖ വസ്തുക്കളെ പരിത്യജിക്കുന്നു. അതിനാൽ നീ വിദ്യ നേടുവാൻ യോഗ്യനാണ്. കാരണം സുഖഭോഗ താൽപ്പര്യം നിന്റെ ഹൃദയത്തിൽ ലവലേശമില്ല. ഇവിടെ പറയാണ് വിദ്യ അല്ലെങ്കിൽ അവിദ്യ, അല്ലെങ്കിൽ അപര സയൻസ് എന്നീ, അല്ലെങ്കിൽ ആത്മീയ സയൻസും മോഡേൺ സയൻസും എന്നീ രണ്ട് സാധനങ്ങൾ പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെ നൽകുന്നവയും പരസ്പര വിരുദ്ധങ്ങളുമാകുന്നു. അങ്ങനെ രണ്ട് സയൻസ് ഉണ്ട്. ഒന്ന് ശരിയായ സയൻസ്, ആ ബ്രഹ്മം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മം, അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രവും, അതെന്തിനിങ്ങനെ ഒരു ഭൂമി പ്രപഞ്ചം ഉണ്ടാക്കുന്നു, പൊളിക്കുന്നു, ഉണ്ടാക്കുന്നു, ഒരു കളി കളിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം അറിയുന്ന സയൻസിനാണ് പരാസയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുന്നത്. പിന്നെ അതുണ്ടാക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഇലക്ട്രോണ്, പ്രോട്ടോണ്, എനർജി എല്ലാം തൊട്ടിട്ടുള്ള സയൻസിന് അപരാ സയൻസ്, അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മോഡേൺ സയൻസ് എന്ന് പറയുന്നു. ഇത് രണ്ടും രണ്ട് പ്രത്യേക ഫലങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. അത് പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചം ഇതിൽ നിന്നെല്ലാം ഉണ്ടാക്കി നോക്കി 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 അവസാനം ഇലക്ട്രോണും പ്രോട്ടോണും എത്തി, പിന്നെ എനർജിയിലെത്തി, ക്വാണ്ടം മെക്കാനിക്സിലെത്തി. ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ആകെ അന്തം വിട്ടുപോയി. ഇതുവരെ നമ്മൾ പഠിച്ച സയൻസിനെല്ലാം നേരെ എതിര് തത്വങ്ങളാണ്. ഇതുവരെ നമ്മളെന്തെല്ലാം കണ്ടെത്തിയോ, ശാസ്ത്രലോകം കണ്ടെത്തിയോ, അതെല്ലാം മണ്ടത്തരമാണോ എന്ന് മനസ്സിലാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ മതിയാക്കിയിട്ട് ഇട്ടെറിഞ്ഞു പോയി. ഇതുവരെ കണ്ടെത്തിയ കാര്യത്തിന് എതിരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അവർക്ക് തോന്നി ഇതിനിപ്പം അത് ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ചോദിക്കും, പിന്നെ നീ ഇത്ര കാലം പറഞ്ഞ എന്താണെന്ന്. ഈ സയൻസ് എല്ലാം പൊളിച്ചു കളയേണ്ടി വരും. അപ്പോൾ ഇവിടെ വേദവും അത് തന്നെ പറയുന്നുള്ളൂ, ഈ സയൻസും ആ സയൻസും രണ്ടാണ്, പരസ്പര വിരുദ്ധമാണ്. അപ്പം രണ്ട് തരം സയൻസ് ഉണ്ട്. അപ്പോൾ ഭൗതിക നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ മോഡേൺ സയൻസിൽ ഉൾപ്പെട്ടുകൊണ്ട് മോഡേൺ സയൻസിൻ്റെ അല്ലെങ്കിൽ അവിദ്യയിലൂടെ ഈ പ്രപഞ്ച നിർമ്മിതിയിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റെല്ലാം ഉണ്ടാക്കി ലോകത്തെ പുരോഗമിപ്പിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാം. ഇതിൽ താല്പര്യമില്ലാത്തവർക്ക് ഇതിനെയെല്ലാം കളഞ്ഞുകൊണ്ട്, ആധുനിക സയൻസിനെ അവിദ്യയെല്ലാം കളഞ്ഞുകൊണ്ട് വെറും ഈൻ്റെ പിന്നിൽ കളിക്കുന്ന ആ ഒരു ശക്തിവിശേഷമുണ്ടല്ലോ, ബ്രഹ്മം, നിർഗുണമായ, അതിനെ മനസ്സിലായിക്കൊണ്ട് അതിലേക്ക് പോകാം. അതാണ് വിദ്യ. പക്ഷേ രണ്ടും ഒരു ബന്ധവുമില്ല. സയൻസിലൂടെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് അത് പരസ്പര വിരുദ്ധങ്ങളാകുന്നത്. ഭോഗസുഖങ്ങളിൽ ആസക്തനായവനെ മംഗള സാധനകളിൽ പുരോഗമിക്കുവാൻ ആകില്ല. ഭോഗസുഖങ്ങളിൽ, അത് ഭൗതിക സുഖങ്ങൾ, ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം മായ. ഈ കുട്ടികൾ മണ്ണുണ്ടാക്കി കളിക്കുന്നതിന് പോലെയുള്ള ഒരു പരിപാടിയാണ്. അത് കളിക്കുന്ന ഒരു കളിയാണ്. അപ്പം അതിൽ താല്പര്യപ്പെട്ട് കിടക്കുന്നവന് ഈ കെട്ടിടം ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം വ്യത്യസ്തമാണ്, എന്തെല്ലാം, കാരണം എല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാം ഒന്ന് തന്നെ, പക്ഷെ നമ്മളെ മയക്കുന്ന തരത്തിൽ പ്രത്യേക രൂപത്തിൽ അത് പ്രകടമായിരിക്കുകയാണ്. അതിൽ ആകൃഷ്ടരായിട്ട് നമ്മളെന്ത് ചെയ്യാണ്, നമ്മൾ അതിൽ ആകൃഷ്ടരായ ആ പൂ എന്തൊരു ഭംഗി, ഇങ്ങനെയെല്ലാം വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അതിലങ്ങ് ഭോഗസുഖങ്ങളിൽ, അതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ജീവിക്കുമ്പോൾ മറ്റേ മംഗളപരമായ, അതായത് യഥാർത്ഥ ജ്ഞാനത്തെ നേടാൻ പറ്റില്ല. അപ്പം ഇതിൽ നിൽക്കുന്നവർക്ക് ആ ജ്ഞാനം നേടാനും പറ്റില്ല, പുരോഗമിക്കുവാനാകില്ല. മംഗള സാധനകളിൽ ആകൃഷ്ടന, എന്നാൽ ഇതെല്ലാം വിട്ടിട്ട് ആ ബ്രഹ്മം, ആ നിർഗുണമായ ബ്രഹ്മത്തെ പറ്റി ഇതെല്ലാം മണ്ടത്തരമാണ്, അതിൻ്റെ ഒരു കളിയാണ്, അത് അവിടെ കിടന്നിട്ട് കുട്ടികൾ കളിക്കുന്ന മാതിരിയുള്ള പ്രായമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, ആ കുട്ടികളെ കളിക്കല, അതെല്ലാം മണ്ടത്തരം, അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടെറിഞ്ഞ് പോകുന്നില്ലേ. അതേപോലെ ഈ ബ്രഹ്മം കളിക്കുന്ന ഒരു കളിയാണ് ഇത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കി പൊളിക്കുന്നതിന്, അതിനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യം നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മളും പറയാം, ഇത് മണ്ടത്തരം, എന്തിനീ കളിക്ക് നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോകുന്നവർ. സാധനകളിൽ ഏതെങ്കിലും ആ ബ്രഹ്മത്തെ അന്വേഷിച്ച് ആ തത്വം മനസ്സിലാക്കാൻ അതിൽ ആകൃഷ്ടരായി പോകുന്നവർക്ക് ഭോഗസുഖങ്ങളിൽ താല്പര്യം ജനിക്കില്ല. അപ്പം ആ ജ്ഞാനം നേടാൻ പോകുന്നവർക്ക് പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു കാര്യത്തിലും താല്പര്യമുണ്ടാകാൻ പാടില്ല. അപ്പം സന്യാസി എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകുന്നവരാണ്. ഈ സുഖങ്ങളെല്ലാം ത്യജിച്ചു പോകുന്നവരാണ് സന്യാസി. പിന്നെ അവർക്ക് ഇവിടെയുള്ള ഭക്ഷണം തിന്നുന്നതിലോ കുടിക്കുന്നതിലോ വസ്ത്രം പോലും വേണ്ട, ഒരു പ്രഭാഷണവും നടത്തില്ല, ആരോടും സംസാരിക്കുന്നതിൽ പോയി താല്പര്യം. കാരണം മനുഷ്യ ഇതെല്ലാം മിഥ്യാകളികളാണ്, വിട്ടെറിഞ്ഞങ്ങ് പോകും. അവർക്ക് ഭോഗസുഖങ്ങളിൽ താല്പര്യം ജനിക്കില്ല. ഒരു പ്രഭാഷണത്തിനും ആത്മീയവാദികൾ ഇറങ്ങിത്തിരിക്കില്ല. അവരെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇതെല്ലാം മണ്ടത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വല്ല ഗുഹകളിലോ പോയിരുന്നിട്ട് ആ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് അങ്ങിരിക്കും. അതാണ് സന്യാസത്തിലേക്കുള്ള വഴി. അവർക്ക് ഭോഗസുഖങ്ങളിൽ താല്പര്യം ജനിക്കില്ല. അപ്പം നചികേതസിന് എന്തെല്ലാം ഭോഗസുഖങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ്റെ മനസ്സേതായി തീർന്നു, ബ്രഹ്മസാക്ഷാത്കാരത്തിലെ വിദ്യയിലേക്ക് അവൻ തിരിഞ്ഞു. അവൻ പരാസയൻസിലേക്ക് തിരിഞ്ഞു. അവൻ നാനാപ്രകാരത്തിലുള്ള ഭോഗസുഖ വസ്തുക്കളെ പരിത്യജിക്കുന്നു. പിന്നെ ഒരു സുഖ സൗകര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും അതിന് താല്പര്യമില്ല, എല്ലാം വിട്ടെറിഞ്ഞ്. അപ്പം സന്യാസത്തിലേക്ക് പോകുന്നവരെ വീട്ടുകാരെല്ലാം വിളിച്ച്, എനിക്ക് ഈ ജീവിതം എടുത്തു, ഞാനിതാ പോകുന്നു, വിരക്തനായി ഉടുതുണി അടക്കം കളഞ്ഞ് എല്ലാം എടുത്ത് കളഞ്ഞ് വേദങ്ങളെ മുഴുവൻ കളഞ്ഞ്. പിന്നെ അവന് വേദവും വേണ്ട, ഇതെല്ലാം അപരാസയൻസാണ്, അവിദ്യയാണ്. വേദങ്ങളുമില്ല, ഒരു ചുക്കുമില്ലാതെ ഉടുതുണിയുമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ അവനെങ്ങോട്ടേക്ക് പോകും, സന്യാസിയായിക്കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോകും. ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്നിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ചിലവഴിക്കും. അതിനാൽ നീ വിദ്യ നേടുവാൻ യോഗ്യനാണ്. അപ്പം ഇവന് ഒന്നിലും താല്പര്യമില്ലാതെയായി മാറി. അതുകൊണ്ട് മാത്രം നിനക്ക് വിദ്യ നേടാം, ആത്മീയ ജ്ഞാനം നേടാം. അതിന് നീ യോഗ്യനാണ്. കാരണം സുഖഭോഗ താല്പര്യം നിന്റെ ഹൃദയത്തിൽ ലവലേശമില്ല. അപ്പം ആത്മീയത ആർക്കാണുള്ളത്? ലവലേശം ഈ ലോകകാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, മോഡേൺ സയൻസിലും ആധുനിക സയൻസിലും ചരിത്രത്തിലും പൊളിറ്റിക്സിലും താല്പര്യമില്ലാതെ, ഒന്നിലും താല്പര്യമില്ലാതെ, കുടുംബ ബന്ധങ്ങളിൽ താല്പര്യമില്ലാതെ, വസ്ത്രങ്ങളടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ കാണുന്നവർക്ക് തോന്നുന്നു ഇവനെന്തടാ ഭ്രാന്തനെ പോലെ പോകുന്നു. ആരോടൊന്നും ഇല്ലാതെ പോവുകയും ഏതെങ്കിലും ഗുഹയിൽ പോയി ബാക്കിയുള്ള സമയം
ആ ബ്രഹ്മത്തിൽ മാത്രം, നിർഗുണമായ ബ്രഹ്മത്തിൽ മാത്രം ചിന്തയർപ്പിച്ച് പോകുന്നവനാണ് സന്യാസി. അവരാണ് അവസാനം ബ്രഹ്മസാക്ഷി. അവൻ്റെ ജീവിതം ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അവൻ്റെ ശരീരം അങ്ങ് ദ്രവിച്ച് പോകും. ഈ ലോകവുമായിട്ട് അവന് പിന്നെ ഒരു ബന്ധവും ഇല്ല. ആ അവസ്ഥയിലേക്ക് ആരെത്തിക്കഴിഞ്ഞു? നചികേതസ് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ആ ആത്മതത്വം, ആ പരാസയൻസ്, ആ വിദ്യ നിനക്ക് പറഞ്ഞു തരാം. കാരണം നീ അതിനർഹനായി തീർന്നു. അപ്പം ഇതാർക്കാണ് ഉപദേശിക്കേണ്ട ആത്മീയത? ഇങ്ങനെ വിരക്തി വന്നവന് മാത്രമേ ആത്മീയത ഉപദേശിക്കുവാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.